അപ്പോൾ ഫ്ലൈ ഓവർ നമ്മളെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ കൊടിമരം വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ 7 ടൈമിലും സോപാനമായിരുന്നു. അപ്പോൾ അപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോപാനത്തിൽ ഞങ്ങൾ എല്ലാവരെയും തൊഴിലങ്ങ് കാലിയാക്കി വെക്കും. അപ്പം വെളി വരുമ്പം താഴെ കൊടിമരക്കാരന് ഭയങ്കരമായ തെറി കിട്ടും. കാരണം എന്ന് വെച്ചാൽ വഴക്ക് പറയും അവിടെ നിൽക്കും കൺട്രോൾ നോക്കി തെറിയിട്ടെന്ന് വെച്ചാൽ നമ്മളെ വിളിക്കുന്നത് നമ്മളെ സാർ ഫ്ലൈ ഓവർ കാലിയാണ് സാർ എന്ന് പറയും. ഫ്ലൈ ഓവർ കാലി എന്നുള്ളത് സോപാനം ഇരിക്കുന്ന ആളുടെ കഴിവാണ്. അവർ പെട്ടെന്ന് തൊഴിപ്പിച്ച് വിടുമ്പോൾ ഫ്ലൈ ഓവർ കാലിയാവും. നമ്മുടെ പരിപാടിക്ക് ഫ്ലൈ ഓവർ ഫില്ലാക്കി വയ്ക്കുക. ഒരു സമയം ഫ്ലൈ ഓവർ കാലിയാവാൻ നിൽക്കരുത്. അത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ അവിടുന്ന് വിളിക്കുമ്പോഴും പറയാം സാർ ഫ്ലൈ ഓവർ ഫുള്ളാണ് സാർ എന്ന് നമുക്ക് പറയാം. കാര്യം മനസ്സിലായോ? ഫ്ലൈ ഓവർ ഫുള്ളാക്കേണ്ട കാര്യം നമ്മുടെ ജോലിയാണ്. നമ്മളെ വഴക്ക് പറയുമ്പോൾ നമ്മൾ സാർ ഫ്ലൈ ഓവർ ഫുള്ളാണ്, ഇനി ആർക്കും കയറാൻ സ്ഥലമില്ല, കയറ്റാൻ സ്ഥലം ഉണ്ടെങ്കിൽ പിടിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും ഫ്ലൈ ഓവർ ഫുള്ളാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെയൊക്കെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഇപ്പം ഈ ഒരു സമയത്ത് നമ്മളെ പരിചയമില്ലാത്തത് നമ്മളെ വഴക്ക് പറഞ്ഞതിനൊക്കെ നമ്മളെ വിളിക്കും. ആൾക്കാരെല്ലാം പറഞ്ഞു വിടും. നമ്മൾ മാക്സിമം പേരെ ഹെൽപ്പും ചെയ്യണം. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മാക്സിമം കാരണം എല്ലാം തൊഴാൻ വരുന്നതല്ലേ, ഹെൽപ്പൊക്കെ ചെയ്ത് വിടണം. പക്ഷേ നമ്മളെ ഫ്രണ്ട്സും ബന്ധുക്കളൊക്കെ വരുമ്പോഴും നമ്മൾ പരമാവധി അത്രയും വേണ്ടപ്പെട്ടവർ മാത്രം നമ്മൾ ഇവിടെ പോയി അഡ്ജസ്റ്റ് കൊണ്ടുപോവുക. അല്ലാത്തവർ അപ്പം നമ്മളിപ്പോൾ ഒരാളെ പോയിട്ട് മാറുമ്പോൾ ഒരാളാണ് ഇറക്കി നിർത്തിയിട്ടേ മാറാവും. പിന്നെ പരമാവധി എല്ലാ ആൾക്കാരും നമ്മൾ ഫ്ലൈ ഓവർ തന്നെ കയറ്റി വിടാൻ നോക്കണം. ഫ്ലൈ ഓവർ എപ്പോഴെങ്കിലും കയറ്റിട്ടാന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ താഴോട്ട് വിടാൻ പാടുള്ളൂ. ഫ്ലൈ ഓവർ എപ്പോഴും നമ്മൾ ഫില്ലാക്കി വെക്കണം. കാരണം ഫ്ലൈ ഓവർ ഫില്ലായില്ലെങ്കിൽ ഞാനടക്കം നിങ്ങളുടെ എല്ലാവരുടെയും കഴിവുകേടാണ്. നമ്മളെ ആത്മാർത്ഥത കാണിക്കുന്നത്, നമ്മളെ ജോലി ചെയ്യുന്നതെന്ന് അറിയുന്നത് ഫ്ലൈ ഓവർ എപ്പോഴും ഇങ്ങനെ ഇതുവരെ ഫുള്ളായി നിൽക്കും. അവർ സോപാനത്തുള്ളവർ വന്നിട്ട് ഈ സമയം വരെ എല്ലാം അങ്ങ് അറ്റത്തെ ക്യൂവിൽ പിടിച്ചിരിക്കും. 1-ാം നമ്പർ ക്യൂവിൽ പിടിച്ചിരിക്കും. അപ്പോഴേ അവർ വന്നിട്ട് ഇവിടെ അതിനകത്ത് ആളിട്ട് അവർ ഇറക്കി ഇങ്ങോട്ടും ഞാക്കിയൊക്കെ വിടുമ്പോഴേക്കും ഫ്ലൈ ഓവർ പെട്ടെന്ന് ഒഴിയും. അപ്പോൾ പെട്ടെന്ന് ഒഴിയുമ്പോഴേക്കും നമുക്ക് ജോലിയോടെ കൂടും. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ആൾക്കാരെ കയറ്റി വിടണം. അപ്പോൾ വയ്യാത്ത ആളെ പെട്ടെന്ന് മാറി അടുത്ത ആൾക്ക് കയറുക. ഇതൊരു പുണ്യമായിട്ട് കാണുക. നമ്മളെയൊക്കെ ഈ SIമാർ ആയിരുന്നവർ നമ്മൾ SIമാരെ കഴിയുമ്പോൾ ട്രെയിനിങ് പീരീഡ് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രെയിനിങ് പീരീഡ് നമുക്ക് കുറച്ച് ചൂടുണ്ടാവുമല്ലോ. അങ്ങനെ എപ്പോഴും യങ് ബ്ലഡാണ് ഇവിടെ നിൽക്കുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ 7 പേര് മാറിയിട്ടുണ്ട്. ഈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിത്തരാം കേട്ടോ. നമുക്ക് ഇപ്പോൾ പിടിച്ച് കയറ്റുമ്പോഴേക്കും കൈക്ക് ഷോൾഡറിനൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ, പണ്ടൊക്കെ നല്ല കായിക എന്നെപ്പോലുള്ള ആൾക്കാരൊന്നുമില്ല, നല്ല കായിക ക്ഷമതയുള്ള ആൾക്കാരെയാണ് അവിടെ ഈ കൊടിമരത്ത് ഇടുന്നത്. പിന്നെ നമുക്കിപ്പോൾ എനിക്കിപ്പം പിടിച്ച് കയറ്റുണ്ടായിരിക്കും സൂപ്പർവൈസിങ് മതി എന്നുള്ളതുകൊണ്ടായിരിക്കും എന്നെ നിയോഗിച്ചത്. കാരണം കൊടിമരത്തിടുന്ന എപ്പോഴും ഇത്രയും സ്കീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കൊടിമരം എന്ന് പറയുന്നത്. പരാതികൾ വരും. നമ്മളിങ്ങനെ പിടിച്ചു വിടുമ്പോഴേക്കും ആൾക്കാർ ഇറങ്ങിപ്പോയി വിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പിടിച്ച് വിടുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ അങ്ങോട്ട് ക്യൂവിലേക്ക് അങ്ങ് ഫ്ലൈഓവറിലേക്ക് കയറ്റാൻ വേണ്ടി ആ സൈഡിൽ 2 പേര് കാണും, ഈ സൈഡിൽ 2 പേര് കാണും. അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ കറങ്ങി വരണവനെ സ്വാമിയെ വിഴാതെ പിടിച്ച് നിർത്തി നമ്മൾ ഒരു കാരണം അവരെല്ലാവരും തൊട്ട് വിടാൻ വേണ്ടി നിൽക്കും. നമ്മളിപ്പം നല്ല സമയം വരുമ്പോഴും നല്ല തിരക്ക് വരുമ്പോൾ തൊട്ട് വിടാൻ നമ്മൾ സമ്മതിക്കില്ല. അതിന് സമയം കിട്ടില്ല. നമ്മൾ തുടരുന്ന മുമ്പേ ആ സ്വാമി നേരെ